ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തെറ്റും ശരിയും ഒക്കെ ഒരു ചോദ്യചിഹ്നമാവാറില്ലേ? അതുപോലൊരു പടമാണ് ദി പ്രിസണേഴ്സ്. ഡ്യൂണും അറൈവലും ഒക്കെ ഡയറക്ട് ചെയ്ത ഡെന്നിസ് വിൽനേവ് തന്നെയാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. സോ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നാണിത്. ഈ പടത്തിലുടനീളം ഒരു സൈലൻസ് നമുക്ക് തോന്നും. കൂടുതൽ മുന്നോട്ട് പോകുന്തോറും ആ സൈലൻസ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ഫ്രെയിമുകളും ഓരോ സീക്രട്ട് ഹോൾഡ് ചെയ്യുന്ന പോലെയാണ്. പടം അവസാനിച്ചാലും അത് മായുന്നില്ല. ഒരു പെർഫെക്റ്റ് ഗ്രിപ്പിംഗ് ത്രില്ലർ എന്ന് തന്നെ പറയാം. ഓൾറൈറ്റ്, നമുക്ക് കഥയിലേക്ക് പോകാം. പടത്തിൽ ആദ്യം കാണിക്കുന്നത് വളരെ ശാന്തമായ ഒരു പെൻസിൽവേനിയൻ നെയ്ബർഹുഡ്. താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് കഥ തുടങ്ങുന്നത്. ആദ്യം തന്നെ ഒരു ഹണ്ടിങ് സീനാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറായ കെല്ല ഡോവർ അവന്റെ മകൻ റാൽഫിനെ ഹണ്ട് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഡോവറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, കുറച്ച് കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള, എന്തൊക്കെ എമർജൻസീസ് വന്നാലും അതിനൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു ഫാമിലി മാൻ ആണ്. അവനൊരു കാർപെൻറ്റർ ആണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അവന്റെ വൈഫ് ഗ്രേസ്, 2 കുട്ടികളാണ്. നേരത്തെ പറഞ്ഞ റാൽഫും ഒരു ചെറിയ മകൾ ആനയും. അവരിപ്പോ അവരുടെ നെയ്ബറും ഫാമിലി ഫ്രണ്ടുമായ ബർച്ച് ഫാമിലിയിലേക്ക് താങ്ക്സ് ഗിവിംഗ് ഡിന്നറിന് പോവാണ്. അവിടെ ഉള്ളത് ഫ്രാങ്ക്ലിൻ ബർച്ച്, അവന്റെ വൈഫ് നാൻസി. അവർക്ക് 2 പെൺകുട്ടികളാണ്, എലൈസ ആൻഡ് ജോയ്. സോ അവർ നല്ല ഹാപ്പിയായി താങ്ക്സ് ഗിവിംഗ് ഒക്കെ ആഘോഷിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആന വന്നിട്ട് ഡോവറിനോട് പുറത്തു പോകണമെന്ന് പറയുന്നുണ്ട്. സോ ഡോവർ റാൽഫിനെയും എലൈസയും കൂട്ടി പോയിക്കോളാൻ പറയുന്നു. അവർ 4 പേരും പുറത്തൂടെ നടക്കുന്നു. ഒരു പഴയ ആർവി അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ആനയും ജോയും അതിന്റെ മേലേക്ക് കയറാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ റാൽഫ് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ആരോ ഉള്ളതായി അവർക്ക് തോന്നുന്നു. റാൽഫ് പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. സെലിബ്രേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആന വീണ്ടും വന്ന് അവളും ജോയും അവരുടെ വീട്ടിൽ പോയി അവളുടെ കാണാതായ റെഡ് വിസിൽ പോയി തെരയട്ടെ എന്ന് ചോദിക്കുന്നു. വീണ്ടും റാൽഫിനെ കൂട്ടിയിട്ട് പോകാനാണ് പറയുന്നത്. പിന്നീട് നേരം ഇരുണ്ടു. ഡോവർ വീട്ടിലേക്ക് പോകാനായി കുട്ടികളെ നോക്കുന്നു. റാൽഫും എലൈസയും TV കണ്ടിരിക്കുന്നുണ്ട്. അവരോട് നിങ്ങളുടെ സിസ്റ്റേഴ്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ടില്ല, അവരിങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഡോവറും ബാക്കിയുള്ളവരും അവരെ എല്ലായിടത്തും തെരയുന്നുണ്ട്. പക്ഷെ അവരെവിടെയില്ല. എല്ലാവരും പാനിക് ആവാൻ തുടങ്ങി. അപ്പോഴാണ് റാൽഫ് പറയുന്നത്, കുറച്ചപ്പുറത്തൊരു RV നിർത്തിയിട്ടുണ്ടായിരുന്നു, അവരതിന്റെ അടുത്തുനിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. എല്ലാവരും പുറത്തേക്ക് ഓടുന്നു. പക്ഷെ ഇപ്പോ ആ RV അവിടെ ഇല്ല. അവർ പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. ഈ പടത്തിലെ വേറൊരു മെയിൻ ക്യാരക്ടറാണ് ഡിറ്റക്റ്റീവ് ലോക്കി. ലോക്കിയാണ് കുട്ടികളുടെ മിസ്സിംഗ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ലോക്കിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയ പോലീസ് ഓഫീസറാണ്. ഇതുവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത എല്ലാ കേസുകളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ RV ഒരു പെട്രോൾ പമ്പിനടുത്ത് പാർക്ക് ചെയ്തിട്ടതായി അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ലോക്കി പോലീസ് യൂണിറ്റുമായി RVയുടെ അടുത്തേക്ക് ചെല്ലുന്നതായും കാണിക്കുന്നു. പോലീസ് വരുന്നത് കണ്ട് RV പെട്ടെന്ന് തന്നെ റിവേഴ്സ് എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു. പക്ഷെ മുന്നോട്ട് പോയ ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. അവരുള്ളിൽ കയറി നോക്കിയപ്പോൾ അതിലൊരു പയ്യനാണുള്ളത്. അവനോട് കുട്ടികൾ എവിടെ, നീ കാട്ടിൽ കൊണ്ടിട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടോട്ടലി കാണുമ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവർക്ക് തോന്നുന്നു. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവന്റെ പേര് അലക്സ് ജോൺസ് എന്നാണ്. പോലീസ് അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ അങ്ങനെ സംസാരിക്കുന്നില്ല. കുട്ടികളെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയുന്നു. ചോദ്യം ചെയ്യലിൽ അവർക്ക് മനസ്സിലാവുകയാണ് അവനൊരു 10 വയസ്സുള്ള കുട്ടിയുടെ ഐക്യു മാത്രമേ ഉള്ളൂ. അതും അവൻ മെന്റലി ചാലഞ്ച്ഡുമാണ്. ഫോറൻസിക് ടീം അവന്റെ RV എല്ലാം ചെക്ക് ചെയ്യുന്നു. പക്ഷെ അതിൽ നിന്നൊരു എവിഡൻസ് പോലും അവർക്ക് ലഭിക്കുന്നില്ല. ലോക്കി പിന്നീട് അവൻ താമസിക്കുന്ന വീട്ടിൽ പോകുന്നുണ്ട്. അത് അവന്റെ ആന്റി ഹോളി ജോൺസിന്റെ വീടാണ്. അവിടെ നിന്ന് അലക്സിനെ പറ്റി ചോദിക്കുകയും അലക്സിന്റെ റൂമൊക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ആന്റി മാത്രമേ ഉള്ളൂ. അവരുടെ ഹസ്ബൻഡ് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് അവരായി ഒരു ഫൈറ്റ് ഉണ്ടാക്കി പോയതാണ്, പിന്നീട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അലക്സിന്റെ പാരന്റ്സ് ചെറുപ്പത്തിലെ കാർ ആക്സിഡന്റ് മരിച്ചതാണെന്നും പിന്നീട് ഇവരാണ് നോക്കിയതെന്നും പറയുന്നു. ഫോറൻസിക് ടീമിനോട് ആ വീട് കൂടെ ചെക്ക് ചെയ്യാൻ ലോക്കി പറയുന്നുണ്ട്. 2 ഫാമിലിയും ഇപ്പൊ വളരെ വിഷമത്തിലാണുള്ളത്. ലോക്കി അവരോട് നിങ്ങളുടെ മകളെ എന്തായാലും കണ്ടുപിടിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഡോവർ ആണെങ്കിൽ കൂടുതൽ ഇമോഷണലായി എന്തൊക്കെയോ ലോക്കിയോട് ചോദിക്കുന്നു. 10 വയസ്സുള്ള കുട്ടിയുടെ ഐക്യുള്ള ആൾ എങ്ങനെയാണ് RV ഡ്രൈവ് ചെയ്യുന്നത്? അതുപോലെ നിങ്ങളെ കണ്ടപ്പോൾ അവൻ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെ ഓരോന്ന് ചോദിച്ച് ഷൗട്ട് ചെയ്യുന്നു. ലോക്കി ഡോവറിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഡോവർ വീണ്ടും ഓരോന്ന് തട്ടിക്കയറി ചോദിക്കുകയാണ്. കുട്ടികളെ കിട്ടുന്നവരെ അവനെ കസ്റ്റഡിയിൽ തന്നെ വെക്കണം എന്നെല്ലാം പറയുന്നു. പക്ഷേ ലോക്കിക്ക് അവനെ 2 ദിവസം മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാനായി വെക്കാൻ പറ്റുകയുള്ളൂ. ലോക്കി അവന്റെ സുപ്പീരിയറോട് ഒരു ദിവസം കൂടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അലക്സിനെ വിട്ടയക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് ലോക്കി ആ നെയ്ബർഹുഡിലെ സംശയമുള്ളവരുടെ വീടുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അവനൊരു പ്രീസ്റ്റിന്റെ വീട്ടിലെത്തുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ അയാൾ നിലത്ത് വീണ് കിടക്കുന്നതായി ലോക്കി പുറത്തു നിന്ന് കണ്ടു. അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് പ്രീസ്റ്റ് വെള്ളമടിച്ച് ഓഫായി വീണ് കിടക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് എണീക്കുന്നുമില്ല. അങ്ങനെ അവൻ ആ വീട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ മറിച്ചു വെച്ച നിലയിൽ ഒരു ബേസ്മെന്റിലേക്കുള്ള വഴി അവൻ കാണുന്നു. അവൻ അത് മാറ്റി നോക്കിയപ്പോൾ അതൊരു യൂസ് ചെയ്യാത്ത, ഇറങ്ങാൻ സ്റ്റേഴ്സും ഇല്ലാത്ത ഒരു ബേസ്മെന്റ്. അവൻ ചാടി ഇറങ്ങി നോക്കുമ്പോഴാണ് അത് കാണുന്നത്. കുറച്ച് പഴക്കമുള്ള ഒരു ഡെഡ് ബോഡി. കഴുത്തിൽ ഒരു മെയ്സ് സിംബൽ ഉള്ള ഒരു ലോക്കറ്റുമുണ്ട്. ലോക്കി നേരെ പോയി പ്രീസ്റ്റിന്റെ കുത്തിന് പിടിച്ച് അത് ആരാ എന്നൊക്കെ ചോദിക്കുന്നു.
പ്രീസ്റ്റ് പറയുന്നത് അവൻ ആരാ എന്ന് എനിക്കറിയില്ല, പേര് പറഞ്ഞിട്ടില്ല, അവൻ കുമ്പസരിക്കാൻ വന്നതായിരുന്നു, അവൻ വളരെ അഭിമാനത്തോടെ ഞാൻ 16 കുട്ടികളെ കൊന്നിട്ടുണ്ടെന്നും ഇനിയും കൊല്ലുമെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നു. അങ്ങനെ പ്രീസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ കൂടെ തെരച്ചിൽ നടത്തുന്ന ഡോവർ അലക്സിനെ വെറുതെ വിട്ട കാര്യം അറിയുകയാണ്. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നു. മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് ഡോവർ അലക്സിനെ കയ്യേറ്റം ചെയ്യുന്നു. അവരെ നീ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോഴാണ് അലക്സ് ഡോവർ മാത്രം കേൾക്കുന്ന രീതിയിൽ അവനോടൊരു കാര്യം പറയുന്നത്. ഞാൻ അവരെ വിട്ടയക്കുന്നത് വരെ അവർ കരഞ്ഞിട്ടില്ലായിരുന്നു എന്ന്. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ച് ഡോവർ ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും പോലീസുകാർ വന്ന് അവനെ പിടിച്ചു മാറ്റി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് ലോക്കിയുടെ സുപ്പീരിയറുമായി സംസാരിക്കുന്നുണ്ട്. ഡോവറിന്റെ അച്ഛൻ ഗ്രേറ്റർ ഫോർട്ടിലെ ഒരു ഗാർഡായിരുന്നെന്ന് അവർക്കറിയാം, അതുകൊണ്ട് ഇപ്പോൾ നടന്നത് അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന് പറയുന്നു. ഡോവർ അലക്സ് പറഞ്ഞ ഡയലോഗ് അവരോട് പറയുമ്പോൾ അവരത് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞവനെ വിട്ടയക്കുന്നു. അതോടെ ഡോവറിന് പോലീസുകാരോടും ജസ്റ്റിസിനോടുമൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. സ്വന്തം മകളെ കാണാതായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന് ഡോവർ ആകെ തളർന്നിരിക്കുന്നു. വീട്ടിലെ അവസ്ഥയും ഇത് തന്നെ. ഡോവർ സഹികെട്ടൊരു കാര്യം തീരുമാനിക്കുകയാണ്. അവൻ നേരെ അലക്സിന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പുറത്ത് കാറിലിരുന്ന് അവരെ വാച്ച് ചെയ്യാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അലക്സ് ഒരു പട്ടി കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. റോഡിലൂടെ നടക്കുമ്പോൾ ആനയും ജോയും പാടി നടക്കുന്ന ജിംഗിൾ ബെൽസിന്റെ വേറൊരു വേർഷൻ സോങ് അലക്സ് പാടുന്നതായി കേൾക്കുന്നു. അങ്ങനെ ഡോവറിന് കൺഫേം ആവുകയാണ്. അവൻ നേരെ ഗണ്ണെടുത്ത് അലക്സിന്റെ മേൽ ചൂണ്ടി, ആ പാട്ട് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു. ആ കുട്ടികൾക്ക് മാത്രം അറിയുന്ന പാട്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഡോവർ അലക്സിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അവന്റെ അച്ഛന്റെ പഴയൊരു അപ്പാർട്ട്മെന്റ് ഹൗസിലാണ് അവരുള്ളത്. ഫ്രാങ്ക്ലിനെ അവൻ സഹായത്തിനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. ഡോവറിനോട് ഇത് ശരിയല്ല, നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട്. അവരെവിടെയാണുള്ളതെന്ന് അവനറിയാം, കുറച്ച് വേദനിപ്പിച്ചാൽ അവൻ സത്യം പറയും എന്നാണ് ഡോവറിന്റെ ന്യായം. അങ്ങനെ മകൾക്ക് വേണ്ടി മനസ്സോടെ ഡോവറിനെ ഹെൽപ്പ് ചെയ്യുന്നു. അലക്സിനെ ഡോവർ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ അലക്സ് ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഡിറ്റക്റ്റീവ് ലോക്കി അന്വേഷണം തുടരുന്നു. പണ്ടെപ്പോഴോ നടന്ന ഒരു കുട്ടിയുടെ മിസ്സിംഗ് കേസ് അവൻ കാണുകയും അതിൽ പറഞ്ഞിട്ടുള്ള ഫാമിലിയെ കാണാൻ പോവുകയും ചെയ്യുന്നു. ബാരി എന്നായിരുന്നു കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ അമ്മയെ കണ്ട് സംസാരിക്കുന്നതിനിടെ 26 കൊല്ലം മുൻപ് കാണാതായതാണ്, ഇപ്പോൾ മിസ്സിംഗ് ആയ പെൺകുട്ടികളെ കാണാതായ സ്ഥലത്ത് നിന്നാണ് ഈ കുട്ടിയും കാണാതായത് എന്ന് പറയുന്നു. അതൊരു കോയിൻസിഡൻസ് ആണെന്ന് അവർക്ക് തോന്നുന്നില്ല. ഈ സമയം ഡോവർ വീണ്ടും അലക്സിനെ വളരെയധികം ഹേർട്ട് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. അവനോട് ചോദിച്ച് ഡോവറിന് തന്നെ മടുത്ത അവസ്ഥയാണ്. പിന്നീട് കുട്ടികൾക്കുള്ള വിജിൽ നടക്കുന്നുണ്ട്. കുറെ പേര് അവർക്ക് സപ്പോർട്ടായി വന്നു. ഡിറ്റക്റ്റീവ് ലോക്കിയും അവിടെയുണ്ട്. അവൻ വരുന്നവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്നൊരു പയ്യൻ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ലോക്കിയെ കണ്ടതും അവൻ അവിടുന്ന് മെല്ലെ പിന്നിലേക്ക് പോകുന്നു. പിന്നീട് അവൻ ഓടുന്നത് കാണാം. ലോക്കിയും പിന്നാലെ ഓടുന്നു. പക്ഷേ അവൻ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. അടുത്ത ദിവസം ന്യൂസിൽ അവന്റെ വരച്ച ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഒരു ഷോപ്പിംഗ് സെന്ററിലെ സെയിൽസ് ഗേൾ ലോക്കിയെ വിളിച്ച്, ഇയാൾ ഇവിടെ ഡ്രസ്സ് വാങ്ങാൻ വരാറുണ്ട്, എപ്പോഴും പല സൈസുള്ള കുട്ടികളുടെ ഡ്രസ്സാണ് വാങ്ങാറ് എന്നൊക്കെ പറഞ്ഞു. ലോക്കി ഇനി അവൻ വരുമ്പം അറിയിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നു. ഫ്രാങ്ക്ലിൻ അവന്റെ വൈഫ് നാൻസിയോടെല്ലാം തുറന്നു പറഞ്ഞു. ഡോവർ ചെയ്തു കൂട്ടുന്നതൊക്കെ കണ്ട് അവൻ ആകെ പേടിച്ചിരിക്കുകയാണ്. അവൻ ഇപ്പോഴും അലക്സ് ഇന്നസെന്റ് ആണെങ്കിലോ അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിലോ എന്നൊക്കെയാണ് മനസ്സിൽ. നാൻസി ഇത് കേട്ടതും അലക്സിനെ കാണണമെന്ന് പറഞ്ഞു പോകുന്നു. അവൾ അലക്സിന്റെ കോലം കണ്ട് ഞെട്ടുകയാണ്. മുഖം കാണാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. അവൾ അടുത്തുപോയി അവളുടെ കുഞ്ഞിനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യണം, അവർ എവിടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ജോയിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും അവന്റെ കെട്ടയച്ചു വിടുകയും ചെയ്തു. അവൻ പെട്ടെന്ന് തന്നെ നാൻസിയെ തള്ളിയിട്ട് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. നാൻസി പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഡോവറിനെ നമ്മൾ ഇനി ഹെൽപ്പ് ചെയ്യുന്നില്ല, പക്ഷെ അവനെ തടുക്കുന്നുമില്ല, അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ ചെയ്തോട്ടെ എന്നൊക്കെ ഫ്രാങ്ക്ലിനോട് പറയുന്നു. ഡോവർ പിന്നീട് അലക്സിന് ഇരിക്കാൻ മാത്രം പറ്റുന്ന രീതിയിൽ ഒരു പ്രിസൺ പോലെ ഒരു വുഡൻ ക്യാബിൻ ഉണ്ടാക്കി അതിലിടുന്നു. അതിലേക്കൊരു ഷവർ കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് ഒന്നെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെള്ളം അല്ലെങ്കിൽ തണുത്തു വിറയ്ക്കാനുള്ള വെള്ളം വരുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കുന്നു. അതും ഓണാക്കി അവനെ ടോർച്ചറിങ്ങിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡോവർ ആകെ ഒരു സൈക്കോ ആയ പോലെയുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്ന പയ്യനെ കാണിക്കുന്നു. അവന്റെ പേരെന്താണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് അവനെ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കാം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഡോവറിന്റെയും ഫ്രാങ്ക്ലിന്റെയും വീട്ടിൽ ഒളിച്ചു കയറുന്നതായി കാണിക്കുകയാണ്. എന്തിനാണെന്നൊന്നും പറയുന്നില്ല. ഡോവറിന്റെ വൈഫ് ഗ്രേസ് എന്തോ സൗണ്ട് കേട്ട് ആന വന്നതാണെന്ന് കരുതി നോക്കാൻ വരുമ്പോഴേക്കും അവൻ വിൻഡോയിലൂടെ ചാടി പുറത്തു കിടക്കുന്നു.
ഈ കാര്യം ഡിറ്റക്റ്റീവ് ലോക്കിയെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ലോക്കി അവന്റെ ഡയറിയിൽ നോട്ടും ചെയ്യുന്നു. പിന്നീട് ഗ്രേസ് ലോക്കിക്ക് അവരുടെ ബേസ്മെന്റും കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ കുറെ അധികം സാധനങ്ങൾ സ്റ്റോക്കാക്കി വെച്ചത് അവൻ കാണുന്നത്. ഗ്രേസ് പറഞ്ഞു ഡോവർ എമർജൻസിക്ക് പ്രിപ്പയർ ആയിരിക്കുന്ന ആളാണ്, അതിനുവേണ്ടി സ്റ്റോക്കാക്കി വെച്ചതാണ് ഇതെല്ലാം എന്ന്. ഡോവർ എവിടെയെന്ന് ലോക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരെ കൂടെ കുട്ടികളെ തിരയാൻ പോയതാണെന്നാണ് പറയുന്നത്. ഇത്രയും ലേറ്റ് ആയിട്ടാണോ വീട്ടിലെത്താറ് എന്നൊക്കെ ചോദിച്ചു. ലോക്കിക്ക് എന്തോ ഡോവറിന്റെ മേൽ സംശയം വരുന്നു. കാരണം ഈ ടൈമിൽ സെർച്ച് പാർട്ടിയൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അവൻ ഡോവറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഡോവർ ഒരു ലിക്കർ ഷോപ്പിന്റെ മുന്നിൽ വണ്ടി വെച്ച് വേറെ ഡിറക്ഷനിൽ നടക്കുന്നതായി അവൻ കാണുന്നു. ഡോവർ പെട്ടെന്ന് ലോക്കിയെ ശ്രദ്ധിക്കുകയും അവനെ കാണിക്കാൻ ലിക്കർ ഷോപ്പ് പോയി കുപ്പി വാങ്ങി ലോക്കിയുടെ അടുത്തേക്ക് നടന്നു. എന്നെ എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ അവിടെ വണ്ടി വെച്ച് വേറെ എങ്ങോട്ടോ ആണല്ലോ നടന്നത് എന്ന് ചോദിച്ചപ്പോൾ ദാ കണ്ടില്ലേ, ഞാൻ ലിക്കർ വാങ്ങാൻ പോയതാണെന്ന് പറഞ്ഞ് തടി തപ്പുന്നു. ഡോവർ അലക്സിനെ എന്തോ ചെയ്തതായി അവന് സംശയം തോന്നുന്നു. അലക്സിനെ വീണ്ടും നന്നായി ഹേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പൊ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അലക്സ് അല്ല, ഞാൻ അവനെ വെയിറ്റ് ചെയ്തു, അവൻ വന്നില്ല, എനിക്ക് കളിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ. ഡോവറിനൊന്നും മനസ്സിലായില്ല. അവൻ ആകെ തകർന്നിരിക്കുകയാണ്. ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയം ലോക്കി ആ വീട് തെരഞ്ഞവിടെ എത്തുന്നുണ്ട്. ഡോവർ അത് കാണുന്നു. അവൻ വെള്ളമടിച്ച് കിടക്കുന്നതായി അഭിനയിക്കുന്നു. അവനെ തട്ടി വിളിച്ച് ലോക്കി ആ വീടൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അലക്സ് ഉള്ള റൂമിനടുത്തെത്തി. പെട്ടെന്ന് അവനൊരു കോൾ വരികയാണ്. അത് നമ്മുടെ ഉണ്ണിക്കുട്ടനെ കണ്ട സെയിൽസ് ഗേൾ ആയിരുന്നു. ഉണ്ണിക്കുട്ടൻ ഇപ്പൊ അവിടെ വന്ന് പോയതേ ഉള്ളൂ എന്ന് പറയുന്നു. ലോക്കി അവിടുന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ ഡോവർ ഇത്തവണ സേഫ് ആവുകയാണ്. ലോക്കി ഇനി ഉണ്ണിക്കുട്ടനെ തിരിഞ്ഞ് പോവുകയാണ്. അവന്റെ വീട് കണ്ടുപിടിച്ചു. അവിടെ പോയി ഡോറ് മുട്ടുമ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ തന്നെയാണ് ഡോറ് തുറക്കുന്നത്. അവൻ ലോക്കിയെ നോക്കി നല്ലൊരു ചിരിയിടുന്നു. നീ എന്തിനാണ് അന്ന് രാത്രി എന്നെ കണ്ട് ഓടിയതെന്ന് ലോക്കി ചോദിച്ചു. അവൻ ലോക്കിയെ കണ്ടിട്ടേ ഇല്ലെന്നും വീട് മാറിയതാവുമെന്നും പറഞ്ഞു. വാല്യൂ മാർട്ടിൽ പോയി ഈ അടുത്ത് ഷോപ്പ് ചെയ്തിരുന്നോ ചോദിച്ചപ്പോ അവിടെ പോയി ഷോപ്പ് ചെയ്യുന്നത് കുറ്റമാണോ എന്നൊക്കെ ഒരു പുഞ്ചിരിയോടെ പറയുന്നു. പിന്നീട് കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോ ആ ചിരി അങ്ങോട്ട് മാഞ്ഞു. അവൻ പെട്ടെന്ന് വാതിൽ വലിച്ചടിക്കാൻ നോക്കി. പക്ഷെ ലോക്കി പിടിച്ചു വെച്ച് ഉള്ളിലേക്ക് കയറി അവനെ വിലങ്ങിട്ടു. ആ വീടെല്ലാം തീരെ വൃത്തിയില്ലാതെയാണുള്ളത്. വോളിൽ മൊത്തം ഉണ്ണിക്കുട്ടൻ മെയ്സ് വരച്ചു വെച്ചിട്ടുണ്ട്. സിങ്കിൽ പന്നിയുടെ തല. പിന്നെ ലോക്കി ഒരു റൂം ചവിട്ടി പൊളിച്ചു നോക്കിയപ്പോ ആ റൂമിന്റെ ഫ്ലോറിൽ നിറച്ച് ബ്ലാക്ക് നിറത്തിലുള്ള പെട്ടികൾ. കുഞ്ഞുങ്ങളെ പൂട്ടിയിടാൻ പറ്റിയൊരു പെട്ടി പോലെ. ലോക്കി ഉണ്ണിക്കുട്ടനെ കാറിൽ കൊണ്ടുപോയി ലോക്കാക്കി ആ പെട്ടികൾ തുറക്കാൻ നോക്കുന്നു. ഒരു പെട്ടി കുത്തി തുറന്നപ്പോ അതിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ള കുട്ടികളുടെ ഡ്രസ്സുകൾ. മേലെയുള്ള ഒരു ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോ അതിന് താഴെ നിറച്ച് പാമ്പുകളായിരുന്നു. അവൻ പെട്ടെന്ന് പേടിച്ചുപോയി. പിന്നെ അടുത്ത പെട്ടി തുറന്നു നോക്കുന്നു. അതിലും ഡ്രസ്സും പാമ്പും. പിന്നെയും തുറക്കുന്നു. വീണ്ടും ഫുൾ പാമ്പുകൾ. ലാസ്റ്റ് ഒരു പെട്ടി തുറന്നപ്പോ അതിൽ കുറെ മെയ്സിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചൊരു ബുക്ക് പോലെ കാണുന്നു. ബുക്കിന്റെ ഫ്രണ്ടിൽ എഴുതിയത് ഇഫ് യു ഫിനിഷ് ഓൾ ദ മെയ്സസ് യു ക്യാൻ ഗോ ഹോം എന്നായിരുന്നു. അങ്ങനെ ഉണ്ണിക്കുട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക്. ലോക്കി പിന്നീട് അവന്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ഡ്രസ്സിന്റെ ഫോട്ടോസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫ്രാങ്ക്ലിനെയും നാൻസിയെയും അതുപോലെ ഡോവറിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ജോയുടെ ഡ്രസ്സ് അവർ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ഡോവർ വന്ന് ആനയുടെ ഡ്രസ്സ് നോക്കുന്നു. അവൻ ആനയുടെ ഒരു സോക്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഡോവർ വളരെ വിഷമത്തോടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നതിന് പകരം അവരെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, ഇതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഉണ്ണിക്കുട്ടൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്ന റൂമിലിരുന്ന് കുറെ പേപ്പേഴ്സിൽ മെയ്സസ് വരച്ചുകൊണ്ടേയിരിക്കുന്നു. 3-4 മണിക്കൂറായി ഇത് തന്നെ. ലോക്കി സഹികെട്ട് അവന്റെ അടുത്തേക്ക് പോയി അവനെ അടിക്കുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നു. 2 പോലീസുകാര് വന്ന് ലോക്കിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ ഉണ്ണിക്കുട്ടൻ അതിനിടയിൽ അവരുടെ ഗണ്ണെടുത്ത് അവന്റെ തന്നെ വായിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ബോബ് ഒന്നും ചെയ്യരുതെന്ന് ലോക്കി പറയുന്നുണ്ട്. പക്ഷെ ഉണ്ണിക്കുട്ടൻ ആ ട്രിഗർ വലിച്ച് സൂയിസൈഡ് ചെയ്യുകയാണ്. അവന്റെ റിയൽ നെയിം ബോബ് എന്നാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നു. ബോബ് ടൈലർ. അങ്ങനെ ലോക്കി വീണ്ടും അവന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഡെഡ് എൻഡിലേക്ക് എത്തുന്നു. ഡോവർ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് അലക്സിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ പറയാണ് എനിക്കിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ നിനക്ക് അവർ എവിടെയുണ്ടെന്ന് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നു. പെട്ടെന്ന് അലക്സ് അവർ മെയ്സിലുണ്ടെന്ന് പറയുന്നു. അവിടെ നിങ്ങൾക്ക് അവരെ കാണാം. ഡോവർ സർപ്രൈസ്ഡ് ആവുകയാണ്. വളരെ സോഫ്റ്റ് ആയി ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തു വിടാം, ഈ മെയ്സ് എവിടെയാണെന്ന് നീ പറ എന്നൊക്കെ ഡോവർ ചോദിക്കുന്നു. പിന്നെ അലക്സ് ഒന്നും മിണ്ടിയില്ല. ഡോവറിന്റെ കൺട്രോൾ പോയി വീണ്ടും അവൻ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഡോവർ പിന്നീട് ഹോളി ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവനെ പരിചയപ്പെടുത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അലക്സിനെ ആക്രമിച്ചതിന് അവൻ മാപ്പ് ചോദിക്കുകയും അലക്സ് ഓടിപ്പോയത് അവന്റെ കാരണം കൊണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ആന്റി അവനെ അകത്തേക്ക് ക്ഷണിക്കുകയും അവർ പിന്നീട് ഇരുന്ന് സംസാരിക്കുകയുമാണ്. ഹോളിയുടെ ഹസ്ബൻഡിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ടൈമിൽ അവർ ഭയങ്കര റിലീജിയസ് ഒക്കെ ആയിരുന്നു. പിന്നീട് അവരുടെ മകൻ ക്യാൻസർ വന്ന് മരിച്ചതിന് ശേഷമാണ് അതെല്ലാം ഇല്ലാതെയായത്. അലക്സിനെ ഏറ്റെടുത്തത് പിന്നീടായിരുന്നു. എന്നാലും അവരുടെ ആ ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് ഹോളി ചോദിക്കുന്നു, നിങ്ങളെ കണ്ടിട്ട് വളരെ ടയർഡായ പോലെയുണ്ടല്ലോ, അതിന് മറുപടിയായി
ഡോവർ പറയുന്നത് എപ്പോഴും ഒരു മെയ്സിൽ കുടുങ്ങുന്ന പോലെ ഞാൻ ഡ്രീം കാണുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഹോളി പറയുന്നത് ഇവിടെ ആരും അങ്ങനെ വരാറില്ല, അതുകൊണ്ട് അധികം നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് അറിയില്ല എന്നാണ്. പിന്നെ അലക്സിന് പണ്ടൊരു ആക്സിഡന്റ് പറ്റിയ ശേഷമാണ് അവൻ സംസാരിക്കാതെ ആയതെന്ന് പറയുന്നു. അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചപ്പോൾ അവളുടെ ഹസ്ബൻഡിന് കുറെ പാമ്പുകളെയൊക്കെ വീട്ടിൽ വെക്കാറുണ്ട്, അലക്സിന് നല്ല പേടിയായിരുന്നു, അതൊന്നും ഓർക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം പറയുന്നു. അവിടുന്ന് ഒരു ന്യൂസ് പേപ്പറിലാണ് ഡോവർ ബോബ് ടൈലർ സൂയിസൈഡ് ചെയ്ത കാര്യമൊക്കെ അറിയുന്നത്. ലോക്കി ഇപ്പോഴും ബോബ് വരച്ച മെയ്സ് നോക്കിയിരിക്കുകയാണ്. അവന് കേസ് തെളിയിക്കാൻ പറ്റാത്തതിൽ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവന്റെ ടേബിളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ച് താഴെ ഇടുന്നു, കീബോർഡൊക്കെ പൊട്ടിക്കുന്നു. പിന്നെയാണ് അവനത് ശ്രദ്ധിക്കുന്നത്. നേരത്തെ കണ്ടുകിട്ടിയ ഡെഡ് ബോഡിയിലെ മെയ്സ് ലോക്കറ്റും ബോബ് വരച്ചതും സെയിം തന്നെ. അതിൽ രണ്ടും ലിങ്ക് ഉള്ളതായി അവൻ കൺഫേം ആവുന്നു. പെട്ടെന്ന് അവനൊരു കോൾ വരാണ്. ഫോറൻസിക് ടീം ബോബിന്റെ ബാക്ക് യാർഡിൽ എന്തോ കണ്ടെത്തി. അവൻ പോയി നോക്കുമ്പോൾ കുട്ടികളുടെ സൈസിലുള്ള 2 മാനിക്കിൻ കുഴിച്ചിട്ടിരിക്കുന്നു. അതുപോലെ മുൻപ് ബ്ലാക്ക് പെട്ടിയിൽ കണ്ട ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം തന്നെ പന്നിയുടെ ബ്ലഡ് ആയിരുന്നു. ഫൈൻഡിങ് ദ ഇൻവിസിബിൾ മാൻ എന്നൊരു FBI ഏജന്റ് എഴുതിയ ബുക്ക് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഇതേപോലെ കുറെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായി അയാൾക്ക് സംശയമുള്ള ഒരാളെ പറ്റിയുള്ള ബുക്കായിരുന്നു അത്. ബോബിനെയും ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. അവനെ കൊണ്ടുപോയ ആൾ അവൻ എന്തൊക്കെയോ ഡ്രഗ്സ് കൊടുത്തത് കൊണ്ട് അവൻ അത് ആരാണെന്നൊന്നും ഓർമ്മയില്ല. ഫോറൻസിക് ഓഫീസർ പറയുന്നത് ആ ബുക്കിലുള്ള ഇൻവിസിബിൾ മാൻ ആണ് അവനെ തട്ടിക്കൊണ്ടുപോയതെന്നാവും അവൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ബോബ് അയാളെ തന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്നൊക്കെ പറഞ്ഞു. ലോക്കി ഇപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാത്തിലും ഒരു കണക്ഷൻ ഉണ്ടെന്നാണ്. അപ്പോഴാണ് ഡോവറിന്റെ വൈഫ് ഗ്രേസ് അവരുടെ വീട്ടിലാരോ കേറിയ കാര്യം പറഞ്ഞത് അവന് ഓർമ്മ വന്നത്. അവൻ ഡോവറിന്റെ വീട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോവർ മുൻപ് ഐഡന്റിഫൈ ചെയ്ത ആനയുടെ സോക്സിന്റെ പേർ അവിടെ നിന്ന് അവന് ലഭിച്ചു. പിന്നീട് സംഭവിക്കുന്നത് ജോയ് ബർച്ച് തിരിച്ചു വരികയാണ്. അവളെ ഒരു ഹൈവേയുടെ സൈഡിൽ നിന്നാണ് കണ്ടെത്തിയത്. അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നതാണെന്നാണ് പറയുന്നത്. ഡോവർ അവളോട് ആനയെ പറ്റി ചോദിക്കുന്നു. അപ്പൊ ജോയ് പറയുന്നത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഡോവറിനെന്തോ മനസ്സിലായ രീതിയിൽ അവൻ പോകുന്നു. ലോക്കിയെ കണ്ടവൻ പെട്ടെന്ന് ഓടിപ്പോയി വണ്ടിയെടുത്ത് അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ട് ലോക്കിയും അവന്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നു. പക്ഷെ അവന് മിസ്സാവുകയാണ്. എന്നാൽ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ലോക്കി ഡോവറിന്റെ ആ പഴയ അപ്പാർട്ട്മെന്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അലക്സ് ഓൾറെഡി അവിടുന്ന് ഒച്ചത്തിൽ ഹെൽപ്പിന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലോക്കി അലക്സിനെ കണ്ടെത്തുകയാണ്. എന്നാൽ ഡോവർ നേരെ പോകുന്നത് ഹോളി ആൻഡിയുടെ വീട്ടിലേക്കായിരുന്നു. ടൂൾസ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവൻ കാഷ്വലി ആൻഡിയുമായി സംസാരിച്ച് അകത്തേക്ക് കയറുന്നു. അവന് മനസ്സിലായി ആന ഇവിടെയാണ് ഉള്ളതെന്ന്. അവർ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് അവന് അറിയാമെന്ന് ആൻഡിയോട് പറയുന്നു. സംസാരിച്ച് തീരുമ്പോഴേക്കും ആൻഡി ഓൾറെഡി ഒരു ഗൺ അവന് നേരെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നു. അവനെ കൊണ്ട് അവിടെ ഷെൽഫിൽ ഉണ്ടായിരുന്ന ഹാൻഡ് കപ്സ് എടുത്ത് ഇടാൻ പറയുന്നു. ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറയുന്നു. അത് അവരുടെ ഹസ്ബൻഡിന്റെ റെസിപ്പിയാണ് പോലും. ഇതായിരിക്കും ലോക്കി നേരത്തെ ഉദ്ദേശിച്ച ഡ്രഗ്. അവന്റെ ഫോണും കാർ കീയും എല്ലാം അവിടെ ഇടാൻ പറഞ്ഞ് അവനെ ഗൺ പോയിന്റിൽ നിർത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അലക്സിനെയാണ് അവർ ആദ്യം കിഡ്നാപ്പ് ചെയ്തത്. അവന്റെ റിയൽ നെയിം ബാരി എന്നാണ്. അതുപോലെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ, അതായത് ബോബ് ടൈലറിനെയും ഇവർ തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഹോളി പറഞ്ഞു കൊടുക്കുന്നു. ഡോവറിനോട് ഒരു പഴയ കാറിലേക്ക് കയറാൻ പറയുന്നു. അവരുടെ കുഞ്ഞിന് ക്യാൻസർ വരുത്തിയതിനൊക്കെ അവർ ദൈവത്തിനെതിരെ ചെയ്ത വോറായിരുന്നു ഇതെല്ലാം. അലക്സ് കുട്ടികളെ തൊട്ടിട്ട് പോലുമില്ല എന്നൊക്കെ പറയുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ ബാക്ക് എടുക്കാൻ പറയുന്നുണ്ട്. കാർ നീങ്ങിയപ്പോൾ അതിന്റെ താഴെ ഒരു സ്ലാബ് കാണുന്നു. അത് തുറന്നപ്പോൾ ഒരു കുഴി പോലെയാണുള്ളത്. അതിലേക്ക് ചാടാൻ പറയുകയാണ്. അതിൽ നിന്റെ മകളെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹോളി പറയുന്നു. അവൻ ചാടുന്നില്ല. അപ്പൊ അവന്റെ കാലിന് ഷൂട്ട് ചെയ്ത് ഡോവറിനെ അതിലേക്ക് ചാടിക്കുന്നു. വിചാരിച്ച പോലെയല്ല, കുറച്ച് ആഴമുള്ള കുഴിയാണ്. അവന്റെ കാലിപ്പോ തീരെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. നീ 24 അവേഴ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ് ഡോവറിനെ അതിലിട്ട് മൂടുന്നു. ആ കുഴി ഹൈഡ് ചെയ്യാൻ കാർ മുകളിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോ ഇതായിരുന്നു ആ മെയ്സ്. കുറെ കുട്ടികളുടെ ഡ്രസ്സും ഷൂവും ഒക്കെ അതിൽ കാണാം. കൂട്ടത്തിൽ അവന്റെ ആനയുടെ കാണാതായി എന്ന് പറഞ്ഞു നടന്ന റെഡ് വിസൽ അവൻ കാണുന്നു. ഈ സമയം അലക്സിനെ കിട്ടിയ കാര്യം പറയാൻ ലോക്കി ഹോളിയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഡോർ ആരും ആൻസർ ചെയ്യാത്തത് കൊണ്ട് ലോക്കി അകത്തേക്ക് കയറുന്നു. അവിടെ ഒരു ഫോട്ടോയിൽ അവളുടെ ഹസ്ബൻഡിനെ കാണാം. ആ ഫോട്ടോയിൽ അയാൾ മെയ്സ് ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ലോക്കിക്ക് ഇവരാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാവുന്നത്. അവൻ അലേർട്ടായി ഗണ്ണുമായി അകത്തേക്ക് പോകുന്നു. ഹോളി ആനയ്ക്ക് എന്തോ സെഡേഷൻ കൊടുക്കുന്നത് കാണുന്നു. അത് കണ്ടതും ലോക്കി അവളുടെ കൈ ഹൈഡ് ചെയ്യാതെ പൊക്കാൻ പറയുന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞ് ലോക്കിയെ ഷൂട്ട് ചെയ്യാൻ നോക്കി. ലോക്കി തിരിച്ചു അപ്പോൾ തന്നെ ഹോളിയെ ഷൂട്ട് ചെയ്തു. ഹോളി ജോൺസ് മരിച്ചു. ലോക്കിക്ക് ചെറുതായി ബുള്ളറ്റ് കൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. അവൻ നേരെ ആനയെ എടുത്ത് കൊണ്ടുപോകുന്നു. പരിക്ക് പറ്റിയത് കാരണം അവന് എങ്ങനെയൊക്കെയാണ് കാർ ഓടിക്കുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണിത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. നെക്സ്റ്റ് ഡേ അലക്സ് ജോൺസ് അവന്റെ റിയൽ ഫാമിലിയുമായി ഒന്നിച്ചത് കാണുന്നു. അതുപോലെ ഡോവർ ഇപ്പോഴും മിസ്സിംഗ് ആണെന്ന് ന്യൂസും. ലോക്കിയെ കണ്ട് താങ്ക്സ് പറയാൻ ആനയും ഗ്രേസും നാൻസിയും ഒക്കെ വരുന്നുണ്ട്. ആനയുടെ കഴുത്തിൽ ഒരു റെഡ് വിസൽ ലോക്കി ശ്രദ്ധിക്കുന്നു. ഗ്രേസ് ലോക്കിയുമായി ഒറ്റക്ക്
സംസാരിക്കുമ്പോൾ വിസിൽ കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗ്രേസ് പറയുന്നത് ഇങ്ങനെയാണ്: ആനയും ജോയും മിസ്സാവുന്നതിന് തൊട്ടു മുന്നേ ജോയ് ആ വിസിൽ കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് അവൾ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ പുതിയൊരു റെഡ് വിസിൽ വാങ്ങി കൊടുത്തതാണെന്ന് പറയുന്നു. പിന്നെ ഡോവറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഡോവറിനെ കണ്ടെത്തിയാൽ അവൻ അലക്സിനോട് ചെയ്തതിന് ജയിലിൽ പോകുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. ഡോവർ നല്ലവനാണ്, ആനയെ കണ്ടുപിടിക്കാനാണ് അതൊക്കെ ചെയ്തതെന്നെല്ലാം പറഞ്ഞ് ഗ്രേസ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഹോളിയുടെ അണ്ടർഗ്രൗണ്ട് മെയ്സിലൊക്കെ ഫോറൻസിക് ടീം തെളിവെടുപ്പ് നടത്തുന്നു. അന്നത്തെ പണി കഴിഞ്ഞവർ പോവാൻ ഒരുങ്ങുകയാണ്. ഡിറ്റക്റ്റീവ് ലോക്കിയും അവിടെയുണ്ട്. മെഷീനറീസ് ഒക്കെ ഓഫ് ആക്കിയപ്പോൾ ഒരു ടോട്ടൽ സൈലൻസ് വരുന്നു. അവിടുന്ന് എവിടെയോ ഒരു ചെറിയ സൗണ്ടിൽ ഒരു വിസിൽ അടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ലോക്കി അത് ശ്രദ്ധിക്കുന്നു. വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. ലോക്കി അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്നു. അത് ഡോവർ ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നതായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരു ഹോപ്പ് നമുക്ക് തന്നിട്ട് കഥ അവിടെ അവസാനിപ്പിച്ചു. സോ ഈ പടം ആക്ച്വലി പലതരത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെസ്പറേറ്റ് ആൻഡ് ബ്രോക്കൺ പീപ്പിൾ. ഓരോരുത്തരും അവരുടെ ലൈഫിൽ ഇഷ്യൂസ് വരുമ്പോൾ തെറ്റേതാ ശരിയേതാ എന്ന് റിയലൈസ് ചെയ്യാതെയാണ് പ്രവർത്തിക്കുന്നത്. പടത്തിലെ എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും ഒരു തരത്തിലോ മറ്റൊരു തരത്തിലോ പടത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ അവരവരുടെ ലൈഫിലെ പ്രിസണേഴ്സ് ആണ്. കെല്ലർ ഡോവറിനെ നമുക്ക് അവന്റെ ഒബ്സഷനിലും വിശ്വാസത്തിലുമുള്ള ഒരു പ്രിസണറായി കാണാം. അതുപോലെ അവൻ ചെയ്തു കൂട്ടിയതിനുള്ള ഒരു പണിഷ്മെന്റായി ആ കുഴിയിൽ ഒരു പ്രിസണറായി ട്രാപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. ഡിറ്റക്റ്റീവ് ലോക്കിയോ അവന്റെ ജോബ് മാത്രമാണ് അവന്റെ ലൈഫ്. എല്ലാരും രക്ഷിക്കണം, ഡ്യൂട്ടി ചെയ്യണം എന്നൊരു ബേർഡൻ അവനെ വിട്ട് പോകുന്നില്ല. അവനും അതിൽ ട്രാപ്പാണ്. അലക്സ് ജോൺസ് ആണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഒരു പ്രിസണറാണ്. അവൻ വേറെ ആരോ ആയിട്ടാണ് ജീവിക്കുന്നതും. പിന്നീട് ഡോവറിന്റെ അടുത്ത് ലിറ്ററലി ഒരു പ്രിസണർ ആയിരുന്നു. ഹോളി ആൻഡിയെ പറ്റി പറയുകയാണെങ്കിൽ അവരും അവരുടെ മകൻ നഷ്ടപ്പെട്ട ഗ്രീഫിലും അതിന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ലൈഫിലെ പ്രിസണിലാണ്. അങ്ങനെ ഓരോരുത്തരും പ്രിസണേഴ്സ് ആവുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും നിറഞ്ഞ അറ്റമില്ലാത്ത മെയ്സിൽ കുടുങ്ങിക്കിടക്കുന്നവർ. അപ്പോൾ ഈ മൂവി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത നല്ലൊരു മൂവിയുമായി നമുക്ക് കാണാം.